സ്റ്റാൻഡപ്പ് കോമഡി ലോകത്ത് ജനപ്രിയനാണ് അലക്സാണ്ടർ ബാബു. സംഗീതവും കോമഡിയും ചേർന്ന് അലക്സാണ്ടർ ബാബു ഒരുക്കുന്ന ഷോകൾക്ക് വൻ ആരാധകരുമുണ്ട്. ആമസോൺ പ്രൈമിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയ സ്പെഷ്യൽ അലക്സ് ഇൻ വണ്ടർലാൻഡ് വൻ ഹിറ്റായി മാറിയിരുന്നു. ഇപ്പോൾ തന്റെ പുതിയ സ്പെഷ്യലായ അലക്സ്പീരിയൻസുമായി ടൂറിലാണ് അലക്സാണ്ടർ ബാബു. അലക്സാണ്ടർ ബാബു കഴിഞ്ഞ ദിവസം പങ്കുവച്ച സ്റ്റാൻഡപ്പ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. മലയാള സിനിമയ്ക്ക് ട്രൈബൂട്ടാണ് ഈ പുതിയ വീഡിയോ. മലയാള സിനിമയ്ക്ക് ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിലാണ് അലക്സാണ്ടർ ബാബു തന്റെ സ്റ്റാൻഡപ്പ് കോമഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ചിരി പടർത്തുന്നുണ്ടെങ്കിലും ഒരു വിവാഹം മലയാളികൾക്ക് നിന്നും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. മലയാള സിനിമയെക്കുറിച്ച് അലക്സാണ്ടർ നടത്തിയ ചില പരാമർശങ്ങളാണ് അതിന് കാരണം. താനടക്കമുള്ള കേരളത്തിന് പുറത്തുള്ളവർക്ക് മലയാള സിനിമ എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണെന്നാണ് അലക്സാണ്ടർ ബാബു പറഞ്ഞത്. മമ്മൂട്ടിക്ക് 71 വയസ്സായി, പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഒരു കോളേജ് കുട്ടിയെ അഭിനയിക്കാനാകും. ദുൽഖർ സൽമാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം പിതാവായ മമ്മൂട്ടി തന്നെയാണെന്ന് അലക്സാണ്ടർ പറയുന്നു. മമ്മൂട്ടി കോളേജ് കുട്ടിയാണെങ്കിൽ പറ്റുമെങ്കിൽ 10 വയസ്സ് കുറവുള്ള മോഹൻലാൽ സ്കൂൾ കുട്ടിയാകാൻ പറ്റുമെന്നും അലക്സ് പറയുന്നു. അതേസമയം അമുൽ ബേബി കവളുമായി മോഹൻലാൽ പട്ടിണി കിടക്കുന്ന കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ മാത്രം വിശ്വസിക്കാൻ പറ്റില്ലെന്നും അലക്സ് പറയുന്നു. മലയാള സിനിമയെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കിയ കേന്ദ്രമാക്കിയ വിപ്ലവം സംഭവിക്കുന്നത് 10 വർഷം മുമ്പാണെന്ന് അലക്സ് പറയുന്നു. അത് പ്രേമത്തിലൂടെ മലമിസിന്റെ വരവോടെ. മലർമിസായി സായി പല്ലവി വന്നതോടാണ് എല്ലാവരും മലയാള സിനിമയെ കാണാൻ തുടങ്ങിയത്. താനടക്കമുള്ള തമിഴർ മലയാള സിനിമയെ കാണാനും മലയാളം പഠിക്കാനും തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. "വളരെ നിന്നെ" എന്ന പാട്ടിന്റെ വരികൾ എല്ലാ തമിഴരും കാണാതെ പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമാശയായ അലക്സ് പറഞ്ഞ കാര്യം പക്ഷേ മലയാളികൾക്ക് അത്ര ചിലർ ബോധിച്ചിട്ടില്ല. കമന്റ് ബോക്സിലെത്തി നിരവധി പേരാണ് അലക്സിനെ മര്യാദ പഠിപ്പിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലിനെയും മാത്രമല്ല മലയാള സിനിമ, പ്രേമം ഇറങ്ങുന്നതിന് മുമ്പ് മലയാളത്തിൽ വളരെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നും മലയാളികൾ പറയുന്നു. പ്രേമത്തിനു മുമ്പുള്ള മലയാള സിനിമ ലിസ്റ്റും പലരും അലക്സാണ്ടറിനെ കാണാനായി പങ്കുവെക്കുന്നുണ്ട്.